ഹലോ പീപ്പിൾ, വെൽക്കം ടു അനദർ വ്ലോഗ് ഓഫ് മല്ലു ഇൻ പീപ്പിൾ. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മോൺട്രിയൽ ഡൗൺ ടൗണിലാണ്. സോ നമ്മുടെ യാത്ര നമ്മൾ ഇന്ന് ഇവിടുത്തെ മെട്രോയിലാണ് തുടങ്ങുന്നത്. സോ നമ്മൾ ഇന്ന് കാറിലല്ല, നമ്മൾ ഇന്ന് ബൈ വാക്കാണ് ഡൗൺ ടൗൺ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. സോ വാച്ച് ദിസ് വീഡിയോ ആൻഡ് എൻജോയ്. മോൺട്രിയൽ മെട്രോ ക്യൂബെക്കിലെ മോൺട്രിയലിൽ പൊതുഗതാഗതത്തിന്റെ നട്ടെല്ലായി വർത്തിക്കുന്ന ആധുനികവും കാര്യക്ഷമവുമായ ഒരു ഭൂഗർഭ ദ്രുത ഗതാഗത സംവിധാനമാണ്. 1966 ഒക്ടോബർ 14 തുറന്ന മെട്രോ പാരീസ് മെട്രോയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ചതാണ്. പരമ്പരാഗത സ്റ്റീൽ വീൽ ട്രെയിനുകളേക്കാൾ സുഗമവും ശാന്തവുമായ യാത്ര നൽകുന്ന അതുല്യമായ റബ്ബർ ടയർ ട്രെയിനുകൾക്ക് പേരുകേട്ടതാണ്. സൊസൈറ്റി ഡി ട്രാൻസ്പോർട്ട് ഡി മോൺട്രിയൽ ഡാറ്റ നടത്തുന്ന ഈ സംവിധാനത്തിൽ നിലവിൽ 70 കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന 4 കളർ കോഡഡ് ലൈനുകൾ ഉണ്ട്. പച്ച, ഓറഞ്ച്, മഞ്ഞ, നീല. മോൺട്രിയൽ ദ്വീപിലും അയൽ പ്രദേശങ്ങളായ ലോങ്യുയിൽ, ലാവൽ എന്നിവിടങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന 68 സ്റ്റേഷനുകളിൽ സേവനം നൽകുന്നു. ഓരോ സ്റ്റേഷനും വ്യത്യസ്ത ആർക്കിടെക്റ്റുകളാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് നെറ്റ്വർക്കിന് ശ്രദ്ധേയമായ വൈവിധ്യമാർന്ന വാസ്തുവിദ്യാ ശൈലികളും സൗന്ദര്യശാസ്ത്രവും നൽകുന്നു. കൂടാതെ മിക്കതും പൊതുക്കല, ചുവർച്ചിത്രങ്ങൾ അല്ലെങ്കിൽ ശില്പങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് മെട്രോയെ ഒരു സാംസ്കാരികവും പ്രവർത്തനപരവുമായ ഇടമാക്കി മാറ്റും. ഡൗൺ സർവകലാശാലകൾ, ഷോപ്പിംഗ് സെന്ററുകൾ, ഓൾഡ് മോൺട്രിയൽ പോലുള്ള ചരിത്ര ജില്ലകൾ, ഒളിമ്പിക് സ്റ്റേഡിയം, ബെൽ സെന്റർ പോലുള്ള പ്രധാന വേദികൾ എന്നിവയുൾപ്പെടെ നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളെ ഈ സിസ്റ്റം ബന്ധിപ്പിക്കുന്നു. ആഴ്ചയിൽ 7 ദിവസവും ഇത് പ്രവർത്തിക്കുന്നു. തിരക്കേറിയ സമയങ്ങളിൽ പതിവായി സർവീസ് നടത്തുന്നു. കൂടാതെ ബസ്സുകളുടെയും കമ്മ്യൂട്ടർ ട്രെയിനുകളുടെയും സമഗ്ര ശൃംഖലയുമായി സംയോജിപ്പിച്ചിരിക്കുന്നു. -19 പാൻഡമിക്കിന് മുമ്പ് പ്രതിദിനം 1 ദശലക്ഷത്തിലധികം യാത്രക്കാർ ഉപയോഗിച്ചിരുന്ന മോൺട്രിയൽ മെട്രോ ഒരു ഗതാഗത മാർഗം മാത്രമല്ല, നഗരത്തിന്റെ ഐഡന്റിറ്റിയുടെ ഒരു പ്രധാന ഭാഗവുമാണ്. ഇത് നിലവിലുള്ള ആധുനികവൽക്കരണ ശ്രമങ്ങളിലൂടെയും വരാനിരിക്കുന്ന ബ്ലൂ ലൈൻ വിപുലീകരണം പോലുള്ള വിപുലീകരണ പദ്ധതികളിലൂടെയും പ്രവേശനക്ഷമത, രൂപകൽപ്പന, സുസ്ഥിരത എന്നിവയ്ക്കുള്ള അതിന്റെ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ ഡൗൺ ടൗണിലോട്ട് എത്തി. ഇന്ന് എയർ കാനഡയുടെ ബിൽഡിംഗ് ഇതൊക്കെ കുപ്പത്തിന്റെ ഗവൺമെന്റ് ബിൽഡിംഗ് മാരിയറ്റ്. അതുപോലെ തന്നെ ഇവിടെ നല്ല ബിൽഡിംഗ് ഇവിടെ കാണാൻ പറ്റുന്ന കാഴ്ച തന്നെയാണ്. ഓഫീസ് ലൊക്കേഷൻ ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് ടെലസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഫോൺ ഓപ്പറേറ്റർ കമ്പനിയാണ്. നമ്മുടെ നാട്ടിലെ എയർടെല്ലും പിന്നെ അതുപോലെ തന്നെ വോഡാഫോൺ അങ്ങനെയൊക്കെ ഉള്ള ഒരു കമ്പനിയാണ്. ഏറ്റവും ഫേമസ് ആണ്. ഇവിടെ വരുമ്പോൾ ആൾക്കാർ വിൽക്കാതെ എടുക്കുന്ന ടെലസാണ്. വേറെ കമ്പനീസും ഉണ്ട്, പക്ഷെ എന്നാലും ആൾക്കാരെടുക്കുന്നത് ടെലസാണ്. ഇവിടുത്തെ ബസ് സ്റ്റേഷനാണ് ടെലസിന് മുമ്പിലേക്ക്. നമ്മുടെ നാട്ടിലെ ഈ തല്ലിയും കുന്തിയും ഇടിച്ചും ഒക്കെ കയറുന്ന പോലെ ഇവിടെ കയറാൻ പറ്റും. ഇവിടെ നമ്മൾ ലൈനിൽ നിന്നെ കയറാൻ പറ്റും. പിന്നെ ഇവിടെ നിങ്ങൾ വന്നു കഴിയുമ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇരിക്കുന്ന ടൗൺ, അതായത്
ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് RBCയിൽ. അതിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഡൗൺ ടൗണിൽ നമ്മളിവിടെ കാണുന്നത്. സ്കോഷ്യ ബാങ്ക് ഉണ്ട്. നമ്മളിപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ കാണുന്നത് ഇത് ഇവിടുത്തെ റെയിൽവേ ആണ്, റെയിൽവേ കമ്പനിയാണ്. ഈ കാണുന്ന VIA എന്ന് പറയുന്നത് കാനഡയുടെ റെയിൽവേ നെറ്റ്വർക്കിന്റെ കമ്പനിയാണ്. ഇതൊക്കെ ബസ് സ്റ്റേഷനിലാണ് ഇവിടെ. അപ്പൊ ഇവിടെ നമുക്ക് ഒരു മെട്രോ കാർഡ് കിട്ടും. ഈ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് ബസ്സിനാണേലും ശരി, ഇവിടുത്തെ മെട്രോ ട്രെയിനാണേലും ശരി, നമുക്ക് ഒരു കാർഡ് ഉപയോഗിച്ചാൽ മതി. ഇന്ന് നല്ല ചൂടുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു 25-30 ഡിഗ്രീസാണ്. പക്ഷെ നമുക്കൊരു ഫീൽ ആവുന്നത് ഒരു 35-36 പോലെ ആയിരിക്കും. കാരണം ഇവിടെ ചൂടെന്ന് പറയുന്നത് നമ്മൾ ഈ തണുപ്പത്തിന്ന്, അതായത് ഏറ്റവും എക്സ്ട്രീം തണുപ്പത്തിന്ന് നമ്മൾ ചൂടിലോട്ട് വരുമ്പോഴത്തേനും നമ്മുടെ ബോഡി അത് താങ്ങത്തില്ല. നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് 35-40 ഒക്കെ ആയാലും നമ്മൾ അത് ബെയർ ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ വന്ന് ഒരു വർഷമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയുടെ ആ ഒരു റെസിസ്റ്റൻസ് പവർ എന്ന് പറയുന്നത് കുറയുകയാണ്. പിന്നെ ഇതൊരു സ്ക്വയർ ആണ്. മണി എക്സ്ചേഞ്ച് ബ്യൂറോസ്, മെക്ഡോണൽഡ്സ്, എന്റെ പേരിലൊരു കട. ഞാനറിയാതെ എന്റെ പേരിലൊരു കടയാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു ഇതുണ്ട്. അതും സ്പെല്ലിംഗ് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതും സ്പെല്ലിംഗ് കറക്റ്റാണ്. എൻ്റെ പേരിലുള്ള കടയുണ്ട് ഇവിടെ. പോട്ടെ, അവർ ജീവിച്ചോട്ടല്ലേ. പിന്നെ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ ഒരു വലിയൊരു പള്ളി കാണും. ഈ പള്ളിയുടെ അകത്തോട്ട് പോയി
1760 മോൺട്രിയലിൽ ഒരു ആംഗ്ലിക്കൻ ശുശ്രൂഷ ആദ്യമായി ആരംഭിച്ചു. ആദ്യ അരനൂറ്റാണ്ടിൽ റോമൻ കത്തോലിക്ക സഭയുടെ ചാപ്പലുകളിൽ ശുശ്രൂഷകൾ നടന്നിരുന്നു. 1789 മോൺട്രിയലിലെ ആംഗ്ലിക്കൻ സഭയ്ക്ക് ഒരു മുൻ ജെസ്യൂട്ട് പള്ളി ലഭിച്ചു. അതിനെ ക്രൈസ്റ്റ് ചർച്ച് എന്ന് പുനർനാമകരണം ചെയ്തു. 1803 ഒരു തീപിടുത്തത്തിൽ നശിപ്പിക്കപ്പെടുന്നതുവരെ ഈ കെട്ടിടം സഭ ഉപയോഗിച്ചിരുന്നു. 1766 ഡോർച്ചെസ്റ്റർ പുരോഹിതനെ മോൺട്രിയലിലെ ഗാരിസൺ ചാപ്ലിൻ ആയി നിയമിച്ചു. 1789 ഡിസംബർ 20 ക്രൈസ്റ്റ് ചർച്ചിൽ ഉദ്ഘാടന ശുശ്രൂഷ അദ്ദേഹം നടത്തി. ആദ്യത്തെ ക്രൈസ്റ്റ് ചർച്ച് വാസ്തവത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തി പുനർനിർമ്മിച്ച ജെസ്യൂട്ട് പള്ളിയായിരുന്നു. അതിനാൽ 1814 നിർമ്മിച്ച രണ്ടാമത്തെ പള്ളി കെട്ടിടമായിരുന്നു അത്. 1850 ക്യൂബെക്ക് ആംഗ്ലിക്കൻ രൂപതയിൽ നിന്ന് വേർപെടുത്തിയ ശേഷം രണ്ടാമത്തെ ക്രൈസ്റ്റ് ചർച്ച് പുതിയ മോൺട്രിയൽ രൂപതയുടെ കത്തീഡ്രലായി നിയോഗിക്കപ്പെട്ടു. 1856 തീപിടുത്തത്തിൽ കത്തീഡ്രൽ നശിപ്പിക്കപ്പെട്ടു. ഇപ്പോഴത്തെ കത്തീഡ്രൽ ഒരു നവഗോതിക് ഘടനയാണ്. ആർക്കിടെക്ട് ഫ്രാങ്ക് വിൽസ് 1822 1856 ആണ് രൂപകൽപ്പന ചെയ്തത്. അദ്ദേഹം ന്യൂ ബ്രൺസ്വിക്കിലെ ഫ്രെഡറിക് ടണിലുള്ള ക്രൈസ്റ്റ് ചർച്ച് കത്തീഡ്രലും രൂപകൽപ്പന ചെയ്തു. നിർമ്മാണം ആരംഭിക്കുന്നതിനു മുമ്പ് വില്ലിസ് മരിച്ചു. മോൺട്രിയൽ ആർക്കിടെക്ട് തോമസ് സീറ്റൺ സ്കോട്ട് 1826 1895 അദ്ദേഹത്തിന്റെ ഡിസൈൻ നടപ്പിലാക്കാൻ നിയോഗിക്കപ്പെട്ടു. 1859 ഈ ഘടന പൂർത്തിയാക്കി 1867 സമർപ്പിക്കപ്പെട്ടു. 1890 മുതൽ 1891 വരെ കത്തീഡ്രലിന്റെ മാറ്റങ്ങളും മറ്റു പുനരുദ്ധാരണങ്ങളും ആൻഡ്രൂ ടെയ്ലർ മേൽനോട്ടം വഹിച്ചു. 1902 മിസ്സിസ് എ.സി. കൂപ്പറിനായി ഒരു സ്മാരക ജാലകം സ്ഥാപിച്ചു. 14 നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് ഗ്രാമപ്രദേശങ്ങളിലെ ഗോതിക് ശൈലിയിലുള്ള പള്ളികളുടെ മാതൃകയിൽ നിർമ്മിച്ച ഈ കത്തീഡ്രലിൽ ഒരു ചതുരാകൃതിയിലുള്ള ക്രോസിംഗ് ടവർ ഉണ്ട്. നിർഭാഗ്യവശാൽ വാസ്തുവിദ്യയ്ക്ക് പേരുകേട്ട ഈ രൂപകൽപ്പനയ്ക്ക് പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് പിഴവുകൾ ഉണ്ടായിരുന്നു. മൃദുവായ നിലത്തിന് താഴ്ന്നു ചാഞ്ഞു തുടങ്ങിയ കനത്ത മധ്യശിലാഗോപുരത്തെയും സ്റ്റീപ്പിളിനെയും താങ്ങാൻ കഴിഞ്ഞില്ല. ഈ പോരായ്മ നിർമ്മാതാവിന്റെ ബാധ്യതയെക്കുറിച്ചുള്ള ഒരു പ്രധാന കേസിന്റെ അടിസ്ഥാനമായി മാറി. അത് അക്കാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ പരമോന്നത കോടതിയായിരുന്ന ജുഡീഷ്യൽ കമ്മിറ്റി ഓഫ് ദി പ്രിവി കൗൺസിൽ വരെ എത്തി. സ്റ്റീപ്പിൾ അതിന്റെ ഭാരം താങ്ങാൻ കഴിയാത്ത സ്ഥലത്ത് നിർമ്മിച്ചതിന് നിർമ്മാതാവ് ബാധ്യസ്ഥനാണെന്ന് വിധിച്ച ക്യൂബെക്ക് കോടതികളുടെ തീരുമാനങ്ങൾ ജുഡീഷ്യൽ കമ്മിറ്റി ശരിവച്ചു. വാർഡിൽ കവേർ ബെഥൂൺ ക്യൂബെക്കിന്റെ യഥാർത്ഥ സിവിൽ കോഡിന്റെ ആർട്ടിക്കിൾ 1688 ബന്ധപ്പെട്ട ഒരു മുൻവിധിയായി ഈ കേസ് പലപ്പോഴും ഉദ്ധരിക്കപ്പെട്ടു. അങ്ങനെ ഇപ്പൊ പള്ളിയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി മുന്നോട്ട് പോകാം. പ്ലീസ് മോൺട്രിയൽ ട്രസ്റ്റ്. എൻ്റെ പൊന്നു ചേട്ടാ എന്നെ ഇരിക്കലത്തെ മാറി സാറേ. ഇൻഡിഗോ എന്ന് നമ്മുടെ നാട്ടിലെ ഇൻഡിഗോ അല്ലേ മ്യൂസിക് കടയാണ്. നമ്മൾ ഈ കാണുന്ന ഇതിന് പ്രത്യേകതയാണ് കേട്ടോ. നമ്മൾ അവിടെ പോവാം. ബാങ്ക് ഓഫ് മൊറിയ, ഇതാണ് മെറ്റൽ പോയിന്റ്.
ഇവിടെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റീസും അതുപോലെ തന്നെ ഓർഗനൈസേഷൻസും ഒക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെയുള്ള ഒരു ചാലഞ്ച് ഫ്രഞ്ച് മാത്രമേ ഉള്ളൂ. അതല്ലാതെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും നല്ല സ്ഥലമാണ്. ഇവിടെ വന്നപ്പോൾ നല്ല കാറ്റ്, തണുപ്പുണ്ട്, നല്ല രസമുണ്ട്. പിള്ളേരൊക്കെ കളിക്കാൻ കുറച്ച് സ്ഥലമുണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഈവെന്റ്സ് നടന്നുകൊണ്ടിരിക്കും. വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഈവെന്റ്സ് ആണ്. അതാ ഞാൻ പറഞ്ഞ മോൺട്രിയൽ ഇസ് മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ്. ദി റിംഗ് എന്നറിയപ്പെടുന്ന മോൺട്രിയൽ റിംഗ് ക്യൂബെക്കിലെ മോൺട്രിയലിന്റെ ഹൃദയഭാഗത്ത് ഒരു സമകാലിക ഐക്കണായി മാറിയ ഒരു സ്മാരക നഗര കലാ ഇൻസ്റ്റാളേഷനാണ്. പ്ലേസ് വില്ലെ മേരിയുടെ പ്രവേശന കവാടത്തിൽ മക്കിൽ കോളേജ് അവന്യൂവിന് മുകളിൽ നിർത്തിവച്ചിരിക്കുന്ന ഈ കൂറ്റൻ സ്റ്റീൽ ഘടന നഗരത്തിന്റെ വാണിജ്യ സാംസ്കാരിക കേന്ദ്രത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു അഭിലാഷമായ പുനരുജ്ജീവന പദ്ധതിയുടെ ഭാഗമായി 2022 ജൂണിൽ അനാച്ഛാദനം ചെയ്തു. ഇവാൻഹോ കേംബ്രിഡ്ജുമായും പ്രാദേശിക വാസ്തുവിദ്യ എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളുമായും സഹകരിച്ച് മോൺട്രിയൽ ആസ്ഥാനമായുള്ള പ്രശസ്ത മൾട്ടിമീഡിയ സ്റ്റുഡിയോ മൊമെന്റ് ഫാക്ടറി സൃഷ്ടിച്ച ദി റിംഗ് മോൺട്രിയലിന്റെ ചലനാത്മകവും ഭാവിയിലേക്കുള്ളതുമായ ഐഡന്റിറ്റിയുടെ ഒരു പുതിയ പ്രതീകമായും ധീരമായ കലാപ്രസ്താവനയായും പ്രവർത്തിക്കുന്നു. 30 മീറ്റർ 98 അടി വ്യാസവും ഏകദേശം 23,000 കിലോഗ്രാം 50,000 പൗണ്ടിൽ കൂടുതൽ ഭാരവുമുള്ള ദി റിംഗ് കൃത്യതയോടെ എഞ്ചിനീയറിംഗ് ചെയ്ത സ്റ്റീൽ കേബിളുകളുടെ സഹായത്തോടെ കെട്ടിടങ്ങൾക്കിടയിൽ തൂക്കിയിട്ടിരിക്കുന്ന വായുവിൽ മനോഹരമായി പൊങ്ങിക്കിടക്കുന്നതായി തോന്നുന്നു. ഇതിന്റെ മിനിമലിസ്റ്റ് വൃത്താകൃതിയിലുള്ള രൂപകൽപ്പന ഭാവിയിലേക്കുള്ളതും കാലാതീതവുമാണ്. ഐക്യം, തുടർച്ച, ബന്ധം എന്നിവയുടെ പ്രമേയങ്ങളെ ഉണർത്തുന്നു. വൈവിധ്യത്തിനും ദ്വിഭാഷയ്ക്കും സാംസ്കാരിക സമ്പന്നതയ്ക്കും പേരുകേട്ട ഒരു നഗരത്തിൽ ആഴത്തിൽ പ്രതിധ്വനിക്കുന്ന പ്രധാന മൂല്യങ്ങൾ. സങ്കീർണമായ LED ലൈറ്റിംഗ് സംവിധാനത്താൽ പ്രകാശിപ്പിക്കപ്പെടുകയും ചുറ്റുമുള്ള പൊതു ഇടത്തിന്റെ അന്തരീക്ഷം വർദ്ധിപ്പിക്കുന്ന ഒരു തിളക്കമുള്ള ഹാലോ ഇഫക്റ്റ് സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ രാത്രിയിൽ ഇൻസ്റ്റാളേഷൻ കൂടുതൽ ആകർഷകമാകും. ആധുനിക എഞ്ചിനീയറിംഗിന്റെയും രൂപകൽപ്പനയുടെയും ഒരു നേട്ടം മാത്രമല്ല ഇരിപ്പിടങ്ങൾ, ലാൻഡ്സ്കേപ്പിംഗ്, ജലധാരകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവ ഉൾപ്പെടുന്ന പുതുതായി പുനർനിർമ്മിച്ച പ്ലാസ സ്ഥലമായ എസ്പ്ലനേഡ് PVMന്റെ പുനർവികസനത്തിലെ ഒരു കേന്ദ്ര സവിശേഷത കൂടിയാണ് ദി റിംഗ്. മക്കിൽ യൂണിവേഴ്സിറ്റി, മൗണ്ട് റോയൽ, ക്വാർട്ടിയർ ഡെ സ്പെക്ടാലെസ് തുടങ്ങിയ ലാൻഡ് മാർക്കുകൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ദി റിംഗ് ബിസിനസ്, വിദ്യാഭ്യാസം, കല, വിനോദം എന്നിവയുടെ കവലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. താമസക്കാർക്കും വിനോദസഞ്ചാരികൾക്കും ഇടയിൽ ഇത് പെട്ടെന്ന് ജനപ്രീതി നേടി ഫോട്ടോകൾ, പൊതുപരിപാടികൾ, ഒത്തുചേരലുകൾ എന്നിവയ്ക്കുള്ള പ്രിയപ്പെട്ട സ്ഥലമായി മാറി. ഒരു ആകർഷകമായ ഘടന എന്നതിലുപരി ദൈനംദിന നഗര ഇടങ്ങളെ അർത്ഥവത്തായ അനുഭവങ്ങളാക്കി മാറ്റുന്ന തരത്തിൽ കല, വാസ്തുവിദ്യ, സമൂഹം എന്നിവ സംയോജിപ്പിക്കുന്നതിനുള്ള മോൺട്രിയലിന്റെ പ്രതിബദ്ധതയെ ദി റിംഗ് പ്രതിനിധീകരിക്കുന്നു. നഗരത്തിലെ ചരിത്രപ്രധാനമായ കെട്ടിടങ്ങൾക്കും ആധുനിക അമ്പരചുംബികളായ കെട്ടിടങ്ങൾക്കും ഇടയിലുള്ള അതിന്റെ ധീരമായ സാന്നിധ്യം ശ്രദ്ധേയമായ ഒരു ദൃശ്യ വൈരുദ്ധ്യം പ്രദാനം ചെയ്യുകയും പാരമ്പര്യവും നൂതനാശയങ്ങളും ഐക്യത്തോടെ നിലനിൽക്കുന്ന ഒരു നഗരമെന്ന നിലയിൽ മോൺട്രിയലിന്റെ പ്രശസ്തിയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു.
ഞാൻ നേരത്തെ മെട്രോ ഇറങ്ങിയപ്പോൾ നിങ്ങളെ കാണിച്ചു പറഞ്ഞെന്തോ ആ പള്ളിയാണ് ഇത്. ബസിലിക്കയാണ്, ബസിലിക്ക പള്ളിയാണ്. എൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റുമോ അറിയത്തില്ല, നോക്കാം. ക്യൂബെക്കിലെ മോൺട്രിയലിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മഹത്തായ റോമൻ കത്തോലിക്ക ബസിലിക്കയാണ് മേരി ക്വീൻ ഓഫ് ദി വേൾഡ് കത്തീഡ്രൽ. കത്തീഡ്രലെ മേരിറെയ്ൻഡുമോണ്ടെ മോൺട്രിയൽ അതിരൂപതയുടെ ആസ്ഥാനമായി വർത്തിക്കുന്നു. 1894 പൂർത്തീകരിച്ച ഇത് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതപരവും വാസ്തുവിദ്യാപരവുമായ ലാൻഡ് മാർക്കുകളിൽ ഒന്നാണ്. റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ക്യൂബെക്കിലെ റോമൻ കത്തോലിക്ക സഭയുടെ അധികാരം ഉറപ്പിക്കാനും വത്തിക്കാനുമായുള്ള അതിന്റെ ആത്മീയ ബന്ധം പ്രകടിപ്പിക്കാനും ലക്ഷ്യമിട്ട ബിഷപ്പ് ഇഗ്നസ് ബർഗറ്റ് ആണ് കത്തീഡ്രൽ കമ്മീഷൻ ചെയ്തത്. സ്കെയിലിൽ ചെറുതാണെങ്കിലും കത്തീഡ്രൽ അതിന്റെ ഇറ്റാലിയൻ നവോത്ഥാന ബൊറോക്ക് പുനരുജ്ജീവന രൂപകൽപ്പനയിലൂടെ അതിന്റെ റോമൻ മാതൃകയുടെ മഹത്വം പ്രതിഫലിപ്പിക്കുന്നു. അതിൽ ഒരു വലിയ മധ്യ താഴികക്കുടം, ഒരു ലാറ്റിൻ കുരിശ് ലേഔട്ട്, സമൃദ്ധമായി അലങ്കരിച്ച ഇന്റീരിയർ ചാപ്പലുകൾ എന്നിവ ഉൾപ്പെടുന്നു. ശ്രദ്ധേയമായ താഴികക്കുടം 77 മീറ്റർ 253 അടി ഉയരത്തിലേക്ക് ഉയരുന്നു. ഇത് മോൺട്രിയലിലെ ഏറ്റവും ഉയരം കൂടിയ ഘടനകളിൽ ഒന്നായും നഗരത്തിന്റെ ആകാശരേഖയിൽ ശ്രദ്ധേയമായ സാന്നിധ്യമായും മാറുന്നു. അകത്ത് കത്തീഡ്രൽ മാർബിൾ തൂണുകൾ, സങ്കീർണമായ ഫ്രെസ്കോകൾ, സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ബെർണിനിയുടെ ബാൽഡാച്ചിന്റെ പ്രതിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വിപുലമായി നിർമ്മിച്ച ഉയർന്ന അൾത്താര എന്നിവയാൽ അലങ്കരിച്ചിരിക്കുന്നു. നാവിൽ 13 രക്ഷാധികാരി വിശുദ്ധരുടെ പ്രതിമകൾ അതിന്റെ നിർമ്മാണത്തിന് സംഭാവന നൽകിയ ഇടവകളെ പ്രതിനിധീകരിക്കുന്നു. ഇത് കത്തോലിക്ക സമൂഹത്തിന്റെ ഐക്യത്തിനും ഭക്തിക്കും തെളിവാണ്. 1955 പേസ് 12 മാർപ്പാപ്പ കന്യകാമറിയത്തിന്റെ ബഹുമാനാർത്ഥം കത്തീഡ്രൽ പുനർനാമകരണം ചെയ്തു. അവരെ ലോകത്തിന്റെ രാജ്ഞി എന്ന് അംഗീകരിച്ചു. മോൺട്രിയലിലെ നിരവധി മുൻ ബിഷപ്പുമാരുടെയും ആർച്ച് ബിഷപ്പുമാരുടെയും അവശിഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ക്രിപ്റ്റ് ഇവിടെയുണ്ട്. ഇത് അതിന്റെ ചരിത്രപരവും ആത്മീയവുമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. പ്രധാന ഡൗൺടൗൺ ആകർഷണങ്ങൾക്ക് സമീപം റെനെലെവെസ്ക് ബൊളിവാർഡിൽ സ്ഥിതി ചെയ്യുന്ന കത്തീഡ്രൽ നഗരത്തിലെ തിരക്കേറിയ നഗരകേന്ദ്രത്തിനിടയിൽ ശാന്തമായ ഒരു അഭയം പ്രദാനം ചെയ്യുന്നു. പതിവ് കുർബാന, മതപരമായ ഉത്സവങ്ങൾ, പ്രധാന ആർച്ച് രൂപത ചടങ്ങുകൾ എന്നിവ നടത്തുന്ന ഒരു സജീവ ഇടവകയായി ഇത് തുടരുന്നു. ലോകത്തിന്റെ രാജ്ഞിയായ മേരി കത്തീഡ്രൽ ഒരു ആരാധനാലയം മാത്രമല്ല, മോൺട്രിയലിന്റെ കത്തോലിക്ക പൈതൃകത്തിന്റെ സാംസ്കാരികവും ചരിത്രപരവുമായ പ്രതീകം കൂടിയാണ്. ഇതിന്റെ വാസ്തുവിദ്യാ സൗന്ദര്യം, ആഴത്തിലുള്ള ആത്മീയ വേരുകൾ, കേന്ദ്രസ്ഥാനം എന്നിവ വിനോദസഞ്ചാരികൾക്കും തീർത്ഥാടകർക്കും മോൺട്രിയലിന്റെ സമ്പന്നമായ മതപരവും വാസ്തുവിദ്യാപരവുമായ പൈതൃകത്തിന്റെ ഒരു ഭാഗം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാക്കി മാറ്റുന്നു. അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി. ഈ പള്ളിയും 1875 കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. സോ ഇതിപ്പോ ഈ പള്ളിക്കൊക്കെ എന്ത് പഴക്കമുണ്ടെന്ന് ആലോചിച്ചു നോക്കി. എന്നിട്ട് അതും പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഇതിനകത്ത് മാസം നടക്കാറുണ്ട്, ഇവിടെ സെലിബ്രേഷൻസ് നടക്കാറുണ്ട്, ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് നല്ല, ഇവിടെ ഇഷ്ടംപോലെ പള്ളികളുണ്ട്. മോൺട്രിയൽ, ക്യൂബെക്ക് എന്ന് പറയുന്ന രാജ്യത്ത് ഒരു പ്രോവിൻസിൽ ഇഷ്ടം പോലെ പള്ളികളുണ്ട്. നിങ്ങളിവിടെ വന്നാൽ കാണാം. ഇതൊക്കെ ഈ പള്ളികളെന്ന് പറയുമ്പോൾ വെറും പള്ളികൾ മാത്രമല്ല, ഇതൊക്കെ ഒരു ഹിസ്റ്ററി കീപ്പപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഹിസ്റ്ററി കാണാം. നമുക്ക് മുന്നോട്ട് നടന്നാലോ? ഇനി എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കട്ടെ. ആയിരത്തി 1907 മോൺട്രിയലിലെ ഡോർച്ചെസ്റ്റർ സ്ക്വയറിൽ അനാച്ഛാദനം ചെയ്ത സ്ട്രാത്കോണയുടെയും ദക്ഷിണാഫ്രിക്കൻ പട്ടാളക്കാരുടെയും സ്മാരകം 2ാം ബോയർ യുദ്ധത്തിൽ 1899 1902 സേവനമനുഷ്ഠിച്ച ലോർഡ് സ്ട്രാത്കോണയുടെ കുതിര റെജിമെന്റ് അംഗങ്ങളെ ആദരിക്കുന്നു. ജോർജ് വില്യം ഹിൽ നിർമ്മിച്ച ഈ വെങ്കല പ്രതിമ വളർത്തുകുതിരയുടെ കടിഞ്ഞാൻ പിടിച്ചിരിക്കുന്ന 1.5 അടി ഉയരമുള്ള ഒരു കുതിരപ്പടയാളിയെ ചിത്രീകരിക്കുന്നു. ഇത് ശക്തി, ജാഗ്രത, ത്യാഗം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു.
എഡ്വേർഡ് വില്യം എസ് മാക്സ്വെൽ എന്നിവർ രൂപകൽപ്പന ചെയ്ത ഒരു ഗ്രാനൈറ്റ് പീഠത്തിനു മുകളിലാണ് ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ പാർഡെബർഗ്, കൊമാറ്റി നദി, ബെൽഫാസ്റ്റ് തുടങ്ങിയ പ്രധാന യുദ്ധങ്ങളെ ചിത്രീകരിക്കുന്ന വിശദമായ വെങ്കല റിലീഫ് പാനലുകളും റെജിമെന്റിന് ധനസഹായം നൽകിയ ലോർഡ് സ്ട്രാത്കോണയുടെ ഛായാചിത്രവും ഇതിൽ ഉൾപ്പെടുന്നു. മോൺട്രിയലിലെ ഏക് കുതിരസവാരി പ്രതിമ എന്ന നിലയിൽ കാനഡയുടെ വിദേശ സൈനിക ശ്രമങ്ങൾക്കും അതിലെ പൗരന്മാരുടെ ദേശസ്നേഹത്തിനും ഉള്ള ശക്തമായ ആദരാഞ്ജലിയായി ഇത് നിലകൊള്ളുന്നു. നല്ലൊരു ഇപ്പോഴാണ് ഇത് പബ്ബാണ് നമ്മൾ നേരെ കാണുന്നത്. ടീൽ പബ്. ഇതൊക്കെ വീക്കെൻഡ്സ് ആകുമ്പോൾ ഇവിടെ നല്ല രസമാണ് കാണാൻ, വളരെ കളർഫുള്ളാണ്. ഇവിടെ പിന്നെ രാത്രി 10 മണി ആയാലും ഇപ്പോൾ ഇരുട്ടാത്തതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ലൈറ്റിംഗ് ഒന്നും കാണാൻ പറ്റില്ല. ലൈറ്റിംഗ് ആണെങ്കിൽ നമ്മൾ 10 മണി കഴിഞ്ഞ് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ വന്നാലേ നമുക്ക് ലൈറ്റിംഗ് കാണാൻ പറ്റില്ല. ഇതുണ്ട്, ഇത് പാർക്കിങ്ങിൻ്റെയാണ്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് പാർക്കിംഗ് ഭയങ്കര കോസ്റ്റാണ്. ഞങ്ങളെ കാണിച്ചു തരാം. ഇവിടുന്ന് കാണാൻ പാർക്കിംഗ് കുറച്ച് കോസ്റ്റാണ്. ഈ 30 മിനിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളത് കൗണ്ട് ചെയ്യണ്ട. കാരണം 30 മിനിറ്റ്സിലൊന്നും നിങ്ങൾക്ക് ഇവിടെ വന്ന് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകാമെന്ന് വിചാരിക്കണ്ട. ഇതാണ് ചില സ്ഥലത്തൊക്കെ ഇതിനെക്കാട്ടിലും എക്സ്പെൻസീവ് ആണ്. നമ്മുടെ പഞ്ചാബികളൊക്കെ വരും. ഇവിടെ ഇഷ്ടംപോലെ പഞ്ചാബികളുണ്ട്, അത് പറയേണ്ട ആവശ്യമില്ല. ഈ കാനഡ എന്ന് പറഞ്ഞ പഞ്ചാബികളുടെ ക്യാപിറ്റൽ. നടക്കാൻ തുടങ്ങി. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് ഇങ്ങനെ റോഡ് സൈഡ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കാണാം. സിമോൺസ്, ഇതൊരു ക്ലോതിങ് സ്റ്റോർ, നല്ല എക്സ്പെൻസീവ്. പിന്നെ ഇതൊക്കെ സിനിമ തിയേറ്റർ, സിനിമ മാക്സ്. അപ്പൊ നിങ്ങൾ ഇത് വായിക്കുമ്പോൾ എങ്ങനെയായിരിക്കും വായിക്കുന്നത്? ഞാൻ ഇത് കാണിച്ചു തരാം. ഇതെങ്ങനെയായിരിക്കും നിങ്ങൾ വായിക്കുന്നത്? ജീൻ കുത്തും അല്ലേ? നിങ്ങൾ ആദ്യം ഇവിടെ വരുമ്പോൾ വായിക്കുന്ന ജീൻ കുത്തും. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ ഇതിനെ പറയുന്നത് ജോൺ കുത്തും. ജോൺ കുത്തും. ഞാൻ ആദ്യം പറഞ്ഞ് ജീൻ കുത്തും എന്നൊക്കെ പറയുന്നത് ഇവിടെ ഭയങ്കര ചിരിയായി. പുവർ പീപ്പിൾസ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണാൻ കിട്ടുന്ന ബ്രാൻഡ്സ് തന്നെ. അല്ലുള്ള ടോസ്റ്റ്, ഇതൊക്കെ നമുക്ക് അവിടെ നാട്ടിൽ കാണാൻ കിട്ടുന്നത്. ഇവിടെയാണെന്ന് തോന്നുന്നു ഏതാണ്ട്. ഇവിടെ മറ്റേ പാലസ്തീനിയൻ ആൾക്കാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ജാഥയാണെന്ന് തോന്നുന്നു.
നമ്മളിവിടെ കാണുന്നത് ഇവിടെ രാജസ്ഥാനിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ജാഥയാണ്. സോ നമുക്കറിയാം പലസ്തീനിൽ എന്തോ നടക്കുന്നുള്ളത്. സോ അതിന് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൊട്ടസ്റ്റാണ് ഇവിടെ നടക്കുന്നത്. ഇത് മിക്കവാറും മോൺട്രിയൽ ടൗൺ ടൗണിലുള്ളതാണ്. കണ്ടില്ലേ, തിരക്ക് കണ്ടില്ലേ? ഈ കമ്പനി ആർക്കെങ്കിലും അറിയാമോ? ഡെലോയിറ്റ്. കോർപ്പറേറ്റ്സിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല അറിയാവുന്ന പേരാണ് ഡെലോയിറ്റ്. VIP എൻട്രിയാണ്. പ്രൊഫഷണൽ സ്പോർട്സ് ടീമുകളിൽ ഒന്നുമാണ്. 1909 സ്ഥാപിതമായ കനേഡിയൻസ് ദേദന് മുമ്പുള്ള ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കുന്ന പ്രൊഫഷണൽ ഹോക്കി ടീമാണ്. ക്യൂബെക്കിലെ മോൺട്രിയലിൽ ആസ്ഥാനമായുള്ള ഈ ടീം ഫ്രഞ്ച് കനേഡിയൻ അഭിമാനത്തിന്റെയും സംസ്കാരത്തിന്റെയും കായികക്ഷമതയുടെയും ശക്തമായ പ്രതീകമായി മാറിയിരിക്കുന്നു. അവരുടെ മഹത്തായ ചരിത്രത്തിൽ കനേഡിയൻസ് 24 സ്റ്റാൻലി കപ്പ് ചാമ്പ്യൻഷിപ്പുകൾ നേടിയിട്ടുണ്ട്. ഇത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ചാമ്പ്യൻഷിപ്പാണ്. അവരുടെ പാരമ്പര്യം പതിറ്റാണ്ടുകളുടെ ആധിപത്യമാണ്, പ്രത്യേകിച്ച് 1950കളിലും 1960കളിലും 1970കളിലും. അവർ ഒന്നിലധികം കിരീടങ്ങൾ നേടുകയും പ്രൊഫഷണൽ ഹോക്കിയുടെ സുവർണ നിലവാരമായി കണക്കാക്കപ്പെടുന്ന ഒരു രാജവംശമായി മാറുകയും ചെയ്തു. ടീമിന്റെ ഏറ്റവും പുതിയ സ്റ്റാൻലി കപ്പ് വിജയം 1993 വന്നു. ചാമ്പ്യൻഷിപ്പ് നേടിയ അവസാന കനേഡിയൻ ടീമായി അവരെ മാറ്റി. ഇന്നും അവർ കൈവശം വച്ചിരിക്കുന്ന കിരീടം. 50 കളികളിൽ നിന്ന് 50 ഗോളുകൾ നേടിയ ആദ്യ കളിക്കാരനായ മൗറീസ് റോക്കറ്റ് റിച്ചാർഡ്, മിടുക്കനും ശക്തനുമായ ക്യാപ്റ്റൻ ജീൻ ബെലിവോ, വേഗത, കഴിവ്, സ്കോറിംഗ് വൈദഗ്ധ്യം എന്നിവയ്ക്ക് പേരുകേട്ട ഗൈ ലാഫ്ലിയർ, പ്ലേ ഓഫ് ചരിത്രത്തിലെ ഏറ്റവും ക്ലച്ച് ഗോൾ കീപ്പർമാരിൽ ഒരാളായ പാട്രിക് റോയ്, കനേഡിയൻ തലമുറയുടെ മഹത്വം നിർവചിക്കാൻ സഹായിച്ച കെൻ ഡ്രൈഡൻ എന്നിവരുൾപ്പെടെ ഹോക്കി ചരിത്രത്തിലെ ഏറ്റവും മികച്ച ചില ഇതിഹാസങ്ങളുടെ നാടാണ് കനേഡിയൻസ്. വിൻസർ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷനാണ്. അവിടെ നടന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടെ തീരെ കാനഡയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയെ ആദരിക്കുന്നതിനായി 1895 മോൺട്രിയലിൽ നിർമ്മിച്ച സർ ജോൺ എ മക്ഡൊണാൾഡ് സ്മാരകം അനാച്ഛാദനം ചെയ്തു. ജോർജ് എഡ്വേർഡ് വേഡ് രൂപകൽപ്പന ചെയ്ത ഇതിൽ ഒരു വലിയ ശിലാമേലാപ്പിന് താഴെ ഒരു വെങ്കല പ്രതിമയും സാങ്കല്പിക രൂപങ്ങളും ഉണ്ടായിരുന്നു. പ്ലേസ് ഡു കാനഡയിലാണ് ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. കാനഡയിലെ മക്ഡൊണാൾഡിന് നൽകിയ ഏറ്റവും വിപുലമായ ആദരാഞ്ജലികളിൽ ഒന്നായിരുന്നു ഇത്. മക്ഡൊണാൾഡിന്റെ വിവാദപരമായ പൈതൃകം കാരണം 2020 പ്രതിഷേധങ്ങൾക്കിടെ ഇത് അട്ടിമറിക്കപ്പെട്ടു. പ്രതിമ ഇപ്പോൾ സംഭരണത്തിലാണ്. പുതിയ പൊതു കലാസൃഷ്ടികൾ ഉപയോഗിച്ച് അത് മാറ്റിസ്ഥാപിക്കാൻ നഗരം പദ്ധതിയിടുന്നു. നിങ്ങളെല്ലാവരും വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുക, ഫാമിലി മെമ്പേഴ്സിനോട് പറയുക കാണാൻ. ഇതിനകത്ത് നമ്മൾ കൂടുതലും കാനഡയിലുള്ള മോൺട്രിയൽ എന്ന് പറയുന്ന സ്ഥലത്തിനെയും കുറിച്ചും ക്യൂബെക്ക് എന്ന് പറയുന്ന ഒരു പ്രോവിൻസിനെയും കുറിച്ചാണ് നമ്മൾ കാണിക്കുന്നത്. സോ നിങ്ങൾ ഫാമിലിയായിട്ട് കാണുക, നിങ്ങൾ ഇതിനെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ until next time, goodbye. This is Emmanuel signing off. Bye bye. Take care. God bless you.